Hi, hello, welcome back to my YouTube channel Blush with Arya. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവില്ലേ. അപ്പോൾ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടയിലൊക്കെ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഞാൻ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടും സ്കിൻ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നൊക്കെ ടാൻ അടിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്യാനും ഡൾ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത് വന്നിട്ട് ചെറിയ ബിരിയാണി അരിയാണ് കേട്ടോ, ജീരകശാല അരി എന്ന് പറയും. അപ്പോൾ ഈ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുക്കാം. പച്ചരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഇല്ലെങ്കിൽ മാത്രം അരിപ്പൊടി എടുക്കുക. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് മൈസൂർ ദാളാണ്, അതായത് ചുവന്ന പരിപ്പാണ് കേട്ടോ. ഇത് രണ്ടും കൂടി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ ആവുന്നത് വരെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലൊരു കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊടി മാറ്റിയതിന് ശേഷം അതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് അരമുറി ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ് കേട്ടോ, റോ മിൽക്ക്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് പാൽ യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി മുറിച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും അതുപോലെ തന്നെ പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് വെള്ളമാവാനായിട്ട് പറ്റില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ 2 അരി, ഒന്നില്ലെങ്കിൽ പച്ചരി അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഏത് അരിയായാലും നമുക്ക് എടുക്കുക. ബസ്മതി റൈസൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ജീരകശാലൻ്റെ ചെറിയ അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അരി എടുത്തത് കേട്ടോ. അപ്പോൾ രണ്ടും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ അത്രയും നല്ലത്. പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിലേക്ക് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മെല്ലെ നമുക്കൊന്ന് കഴുകിക്കളയാറാകുമ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ബസ്മതി റൈസ് അല്ലെങ്കിൽ ബിരിയാണി അരി എന്ന് പറയുന്നത് നമുക്ക് വെള്ളം അത് നമ്മൾ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ടോണറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ടോണറായിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അതുപോലെ തന്നെ ആക്നെ വന്നിട്ടുള്ള പാടുകൾ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു അരി പൊടിച്ചെടുക്കുക ആണെങ്കിൽ നമ്മുടെ ഫേസിൽ ഇതുപോലത്തുള്ള ആക്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് വന്നിട്ടുള്ള പാടുകൾ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവണം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ലൈറ്റൻ ചെയ്യണം, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് നല്ലതാണ് കേട്ടോ, റൈസ് പൗഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ പൊടിയായാലും അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സർ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റോർ ചെയ്യാം കേട്ടോ. നമുക്കൊരു ഐസിൻ്റെ ട്രേ എടുത്തിട്ട് ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ കളയണ്ട. ഇത് നമുക്ക് സിമ്പിളായിട്ട് മടിയന്മാരും ആണെങ്കിൽ നമുക്കിത് എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും
സ്മൂത്തായിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. നമുക്ക് അറിയാം പൊട്ടറ്റോ ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. എന്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ടാൻ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. റോ മിൽക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഇതിൽ ക്യാരറ്റ് യൂസ് ചെയ്തിട്ട്, ക്യാരറ്റ് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ആ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ ഒരുപാട് പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡാമേജ്ഡ് സ്കിന്നാണെങ്കിൽ അതിന് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി സ്കിൻ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്നെ പ്രോബ്ലംസ്, പിമ്പിൾ പ്രോബ്ലംസ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റാനൊക്കെ ക്യാരറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതിൽ ഒരുപാട് പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 4 തവണയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സ്ക്രബ് ചെയ്യണം, എപ്പോഴും സ്ക്രബ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മെല്ലെ മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് വാഷിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൾ സ്കിന്നൊക്കെ ഒന്ന് മാറ്റണം, നിങ്ങൾക്കൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 നേരം അല്ലെങ്കിൽ 1 നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടിപൊളി പാക്കാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ആയിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഫേസ് പാക്ക് നമുക്ക് ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രാവിലെയും വൈകുന്നേരം നമുക്ക് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഫേസ് പാക്കിൽ ഏതൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇടുമ്പോഴും ഫേസിൽ റെഡ്നെസ് അല്ലെങ്കിൽ കുരുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള വേറൊരു റെമഡി എന്താണെന്ന് വെച്ച് നമ്മൾ ഐസ് ക്യൂബ് വീട്ടിൽ ഐസ് ക്യൂബ് ട്രെയിൽ ആക്കിയിട്ട് നമ്മൾ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെ ഫേസ് മാസ്കുകളൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ പോഴ്സസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓൾറെഡി ഐസ് ക്യൂബ്സ് ഞാൻ വേറൊരു നല്ല രീതിയിൽ നമ്മുടെ ഹെയർ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിലുള്ള തരിതരി പോലത്തെ കുരുക്കളൊക്കെ മാറാനുള്ള ഒരു അടിപൊളി റെമഡി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 2-3 നമ്മുടെ സ്കിൻ ഒന്ന് ഡള്ളായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരണമോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈക്ക് കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.